Hi, welcome guys. Welcome to T-Clan Riders. എൻ്റെ പേര് ദേവദാസ്. T-Clan Riders എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഞാനാണ്. ഞങ്ങളൊരു 7 പേരടങ്ങുന്ന റൈഡേഴ്സാണ് ഈ T-Clan Riders എന്ന ഈ റൈഡിങ് ക്ലബിലുള്ളത് മെമ്പേഴ്സ്. പ്യൂർലി ഞങ്ങൾ മലപ്പുറം, കേരളയിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്നാണ് തേക്ക് മരങ്ങൾക്ക് പേര് കേട്ട നിലമ്പൂരിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ദുബായിൽ നിന്നിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഒരു ലേ ലഡാക്ക് റൈഡ്, കേരള ടു ലഡാക്ക് ഒരു റൈഡ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് കാലം എന്ന് വെച്ചാൽ ഒരു 10 വർഷത്തോളമായിട്ട് ഉള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതെൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ ഒരുപാട് ടൈം എടുത്തു അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാൻ, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ, പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഈവൻ നമ്മളൊരു വണ്ടി സ്വന്തമായിട്ട് മേടിക്കാൻ വരെ എനിക്ക് അറൗണ്ട് 10 years എടുത്തു. സോ ഫൈനലി ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് നാട്ടിൽ പോയപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് ഹിമാലയൻ BS4 എടുത്തു. അതിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലിപ്പോൾ കുട്ടപ്പനായിക്കൊണ്ടിരിക്കുകയാണ്. മൈ വൈറ്റ് ഹോഴ്സ്. ഓക്കെ, ഞാൻ വെള്ളക്കുതിര എന്നാണ് വിളിക്കുന്ന ആളെ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പിന്നെ റൈഡിന് വേണ്ടിയിട്ടുള്ള DSLR, GoPro എല്ലാ തിങ്സും ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. സോ ഞാൻ ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ സോളോ റൈഡായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു അനിയനും, പ്രായം കൊണ്ട് അനിയനാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് പ്രിനു, അപ്പു എന്ന് ഞങ്ങൾ വിളിക്കും. ആളുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഞാൻ കണ്ടത്, ഒരു ലേ ലഡാക്കിൻ്റെ റൂട്ട് മാപ്പ്, ഒരു റൈഡിൻ്റെ മാപ്പ്. ആ മാപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് സ്ട്രൈക്കായത്. ഞാൻ ആളോട് ജസ്റ്റ് ഇങ്ങനെ ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പോഴാണ് ആൾ 2 വർഷമായിട്ട് ഇതിൻ്റെ പിറകെയായിരുന്നു, ഈ റൈഡിൻ്റെ പിറകെയായിരുന്നു. ഇതുവരെ ഒരു എന്താ പറയുക, എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇതുവരെ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഇതേപോലൊരു കോൺസെപ്റ്റായിട്ട് ഇരിക്കുകയാണ്, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഒരു ഡിസ്കഷൻ നടത്തി. സോ അപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വേറെ 2 പേര്, ഒരു നിതിൻ അവൻ്റെ കസിനാണ്, പിന്നെ ഗ്രിഗർ. ഡിസ്കഷൻ ഇങ്ങനെ സ്പ്രെഡായി. എൻ്റെ അളിയൻ നിതിൻ, പിന്നെ അവൻ്റെ ഫ്രണ്ട് നദീർ, അങ്ങനെ അവിടെ വരെ എത്തി. ഞങ്ങളൊരു ടീമായിട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ ഞങ്ങൾ റൈഡേഴ്സ് ക്ലബ്ബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു റൈഡ് പോയി വരണം, ദാറ്റ്സ് ഓൾ. നമ്മളെല്ലാവരുടെയും ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഗോകുൽദാസ്, ഈ റൂം ഞങ്ങളെ യോഗി വില്ല എന്നാട്ടോ പറയുക. ഈ റൂമിന് യോഗി വില്ലയിലൊരു മെമ്പറായിരുന്നു ഗോകുൽദാസ്. ആൾ തൃശ്ശൂരുകാരനാണ്. സോ ആൾക്ക് ഭയങ്കര ക്രേസായി നടക്കുന്ന ഒരാളായിരുന്നു. നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ആൾക്കൂടി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 7 പേരുടെ ടീമായിട്ട് ഇപ്പോൾ ഫോമായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡിസ്കഷൻസ് നടന്നു. ടീമിനൊരു പേര് വേണം. അങ്ങനെ ഒരു ടീം, ഒരു 1-2-3 പേര് ഞാൻ സജസ്റ്റ് ചെയ്തു. അവസാനം ഞങ്ങൾ T-Clan Riders എന്നൊരു പേരിൽ എൻ്റെ പായി. ആ പേരിടാൻ കാരണം അറിയാലോ, നിലമ്പൂർ തേക്ക് മരങ്ങൾക്ക്, തേക്കിൻ കാടിൻ്റെ നാടാണ് നിലമ്പൂർ. സോ ലോകപ്രശസ്തമായ തേക്ക് നിലമ്പൂരാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തേക്ക് മരം ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് നിലമ്പൂരാണ്, കനോലി പ്ലോട്ടിൽ. സോ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാകുമ്പോൾ സോ ആ ഒരു പേരിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ T-Clan Riders, തേക്കിൻ്റെ നാട്ടിലെ റൈഡേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞങ്ങളൊരു റൈഡേഴ്സ് ക്ലബ്ബ് ഫോം ചെയ്തു. ക്ലബ്ബായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇൻ ഫ്യൂച്ചർ ഞങ്ങൾക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. റൈഡിൻ്റെ കാര്യമെല്ലാം ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ലോഗോ ഡിസൈൻ ചെയ്തു. ഒരു T-Clan Ridersൻ്റെ ഞങ്ങളുടെ ഒഫീഷ്യൽ ലോഗോ ആണ്. ഫേസ്ബുക്ക് വഴിയെല്ലാം
യൂട്യൂബ് വഴി ഓൾസോ ഞങ്ങളിത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഗോ എല്ലാം ഏറെക്കുറെ എല്ലാം സെറ്റായിരിക്കുകയാണ്. സോ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ ഞങ്ങൾക്ക് തികച്ചും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഞങ്ങൾ തരാൻ പോകുന്നത്. നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 17 സ്റ്റേറ്റുകൾ കവർ ചെയ്ത് ലഡാക്ക് ടച്ച് ചെയ്ത് റിട്ടേൺ നിലമ്പൂർ വരെ വരുന്നത് 17 സ്റ്റേറ്റ് കവർ ചെയ്യുന്ന അറൗണ്ട് 11,000 കിലോമീറ്റേഴ്സ് റൈഡുണ്ട്. പിന്നെ 40-45 ഡേയ്സ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 50-55 വരെ പോകാം. എന്താവും കണ്ടീഷൻസ് ഒന്നും അറിയില്ല. സോ ഇങ്ങനൊരു റൈഡ് ഞങ്ങളിപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. മെയ് 15-നാണ് ഒഫീഷ്യലി ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫൈനൽ ഡേറ്റ് മാത്രം ഞങ്ങൾ ഫൈനൽ ചെയ്തിട്ടുള്ളൂ. കുറച്ച് പ്രോഗ്രാംസ് അതിനോടുകൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. വല്ലാണ്ട് സ്ട്രെച്ച് ചെയ്യുന്നില്ല, ഫസ്റ്റ് വീഡിയോ ആണ്. സോ ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല. ടീക്ലാൻഡ് റൈഡേഴ്സിനെ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ബ്യൂട്ടിഫുൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളൊരു വെബ് സീരീസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ പാട്ട് ഇത്രയായിരുന്നു. എല്ലാവരും കോർഡിനേറ്റ് ചെയ്തു, ടീം ഫോം ചെയ്തു, എക്യുപ്മെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തു. ഞങ്ങളുടെ മാപ്പ്, റൂട്ട് മാപ്പ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ ടീക്ലാൻഡ് റൈഡേഴ്സിൻ്റെ പേരിലൊരു പേജ് ഫോം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1500 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്നുകൂടി ഗ്രോത്ത് ആവട്ടെ എന്ന് ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നു. നോക്കാം. അപ്പോൾ ഈ വീഡിയോ വല്ലാണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നുള്ള സപ്പോർട്ട് വേണം എല്ലാവരുടെയും. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ടീക്ലാൻഡ് റൈഡേഴ്സിനെ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ബൈ.